ബസിന്റെ തകരാറ് പരിഹരിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി മരണപ്പെട്ട വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ സംഘടന. കോട്ടയം ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശിയായിട്ടുള്ള കുഞ്ഞുമോൻ ജേക്കബാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. ചെങ്ങന്നൂർ ഒരു കോളേജ് ബസിന്റെ തകരാറ് പരിഹരിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടാവുകയും അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് ഇന്നലെ വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ സംഘടന 10 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറിയത്. ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷം എത്ര പണം നൽകിയാലും ആ കുടുംബത്തിനുണ്ടായ നഷ്ടം ഒരു കാരണവശാലും നികത്താൻ സാധിക്കുന്നതല്ല. എന്നിരുന്നാലും നിലവിലെ അവസ്ഥയിൽ ആ കുടുംബത്തെ സംബന്ധിച്ച വലിയ ആശ്വാസമാണ് ഈ സംഘടന കൈമാറിയ ആ പണം. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് AR രാജൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത് അല്ലേ? അതെ, 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നമ്മുടെ സംഘടനയുടെ ചങ്ങനാശ്ശേരി യൂണിറ്റ് അംഗം കുഞ്ഞുമോൻ ജേക്കബ് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഒരു വാഹനം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലുണ്ടായ ഒരു പൊട്ടിത്തെറിയിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ പുതിയതായി നടപ്പാക്കിയ ഒരു പദ്ധതി, ഒക്ടോബർ 1 തൊട്ട് പ്രാബല്യത്തിൽ വന്ന ഒരു പദ്ധതി പ്രകാരം ഒരു സംഘടനാ അംഗം മരണപ്പെട്ട് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ അവർക്ക് സഹായമായി നൽകുന്ന ഒരു പദ്ധതി. മരണം ഒരിക്കലും നമുക്ക് പരിഹരിക്കാനാവുന്ന, അല്ലെങ്കിൽ മരണം കൊണ്ടുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാനാവുന്നതല്ലെങ്കിലും ഞങ്ങളാലാകുന്ന, സംഘടനയ്ക്കാകുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന് ഞങ്ങൾ കണക്കാക്കുകയാണ്. കൃത്യമായി വളരെ ബുദ്ധിമുട്ടുകൾ പലരുടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. 10 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ 10 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്ന പദ്ധതി പ്രകാരം ഞങ്ങൾ ഇന്നലെ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിൽ ആ തുക കൈമാറി. ഈ കഴിഞ്ഞ ഒക്ടോബർ 1 തൊട്ട് പ്രാബല്യത്തിൽ വന്ന ഈ പദ്ധതിയിൽ ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഈ പറഞ്ഞ 10 ദിവസത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ 10 ലക്ഷം രൂപ വീതം കൊടുത്ത് 2,30,00,000 രൂപ ഞങ്ങളങ്ങനെ കൈമാറി ഒരു കരുതൽ നടപടി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2 മാസം കൊണ്ട്, ഈ പദ്ധതി ആരംഭിച്ചത് ഒക്ടോബർ 1 തീയതിയാണെന്ന് പറയുന്നു. ഈ 2 മാസം കൊണ്ട് നിങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള 23 ആളുകൾ സംസ്ഥാനത്താകമാനം മരണപ്പെട്ടു. 23 പേർക്കും കൂടി 10 ലക്ഷം വീതം 2,30,00,000 രൂപ 2 മാസം കൊണ്ട് കൊടുത്തു. തീർച്ചയായിട്ടും 2,30,00,000 രൂപ 23 കുടുംബങ്ങൾക്കായിട്ട് കൃത്യമായി. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ തന്നെ മരണപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ ആർക്കും 11ാമത്തെ ദിവസമായിട്ടില്ല, കൃത്യമായി ആ 10 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ സർക്കാരുകൾ പോലും ചെയ്യാത്തൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇത്രയും ഭീമമായ ഒരു തുക നിങ്ങൾ കണ്ടെത്തുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് ഇതിൻ്റെ അഡ്മിഷൻ ഫീസായി ഒരു 2,000 രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ 2,000 രൂപ വെച്ചുള്ള തുക 4 കോടി രൂപ ആദ്യം നോർത്തിലേക്കുള്ള ആളുകളായിട്ട് ചേർന്നിട്ടുള്ള ആളുകളുടെ 20,000-ലധികം ആളുകൾ ചേർന്നിട്ടുണ്ട്. അവരുടെ 4 കോടി രൂപ FD ആയിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഓരോ അംഗവും 1,000 രൂപ വെച്ച് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അവർക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള, നമ്മൾ ഓൺലൈനിലൂടെ അവർക്ക് അടയ്ക്കാൻ കൃത്യമായി, അത് മൊബൈൽ ആപ്പിലൂടെ അതിൽ കൃത്യമായി തന്നെ അവർക്ക് ആ പണം അടയ്ക്കുക. 1,000 രൂപ അടച്ചുകൊണ്ട് ഒരാൾ മരണപ്പെടുമ്പോൾ 50 രൂപ വീതം അതിൽ നിന്ന് കുറയും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ 50 രൂപ കുറയുമ്പോൾ 950, 900, 800 അങ്ങനെ കുറഞ്ഞ് വന്ന് 200 രൂപയിലാകുമ്പോൾ കൃത്യമായിട്ട് അവരുടെ മൊബൈലിൽ മെസ്സേജ് വരും. ആ മെസ്സേജ് അനുസരിച്ച് ആരോടും ചോദിക്കാതെ അവർക്ക് തന്നെ അത് ടോപ്പ് അപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം മൊബൈൽ ആപ്പ് വഴി. ആര് മരണപ്പെട്ടാലും കൃത്യമായി 10 ലക്ഷം രൂപ അവരുടെ കുടുംബത്തിൽ എത്തുന്ന രീതിയിലാണ് നമ്മൾ വളരെ കൃത്യതയോടുകൂടി സുതാര്യമായി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടി അതോട് ചേർത്ത് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന 4 കോടി രൂപ ഞങ്ങൾ FD ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പലിശയും അതുപോലെ തന്നെ നമ്മൾ ഈ 50 രൂപ വെച്ച് പിരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു സംഖ്യയും കൂടെ കൂട്ടി 2026 മുതൽ നമ്മൾ ഇതിനകത്ത് തന്നെ ഒരു വെൽഫെയർ പദ്ധതി, ഏതെങ്കിലും ചികിത്സകൾ വന്നു കഴിഞ്ഞാൽ ഈ അവസാനം വരെ ഇരിക്കാതെ ഈ വലിയ ഓപ്പറേഷനുകൾ, ഹാർട്ട്, കിഡ്നി അങ്ങനെയൊക്കെയുള്ള വലിയ ഓപ്പറേഷനുകൾ വരുന്നതിന് ഒരു സഹായധനം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഒക്ടോബർ 1 തുടങ്ങിയ ഈ പദ്ധതി ഇതുവരെ കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് പരാജയപ്പെടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം, എൻ്റെ സഹോദരനല്ല, എൻ്റെ സംഘടനാ അംഗത്തിന് മരണപ്പെട്ടപ്പോൾ ആ കുടുംബത്തിന് സഹായിക്കാൻ വേണ്ടി ഞാൻ 50 രൂപ കൊടുക്കുന്നു എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 50 രൂപ ഒരാൾക്ക് കുറവ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു സംഭാവനയായി കൊടുക്കുന്ന പോലെ കുറവ് വരുന്നുള്ളൂ. ഒരു നിസ്സാരമായി ഒരു 4 ചായ കുടിക്കുന്നതിൻ്റെയോ ഒരു ലോട്ടറി എടുക്കുന്നതിൻ്റെയോ രീതിയിൽ കണ്ടാൽ മതി. 50 രൂപ ഒരാൾക്ക് പോകുമ്പോൾ ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ ജീവിക്കാനൊരു മാർഗ്ഗമാണ് ഉണ്ടാകുന്നത്. ഇന്നലെ ഈ കുഞ്ഞുമഞ്ചേട്ടൻ്റെ കുടുംബത്തിൽ ഈ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ഇന്നലെ 10 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് കൈമാറി. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ കൊടുങ്ങൂരെ ആളുടെ വീട്ടിൽ 10 ലക്ഷം രൂപ കൊടുത്തു. അതുപോലെ തന്നെ ആദ്യമുണ്ടായ ഈരാറ്റുപേട്ടയിൽ ഈ മാസം തന്നെ ഉണ്ടായ 3 മരണത്തിൽ അങ്ങനെ 3 പേർക്കും കൊടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ മറ്റ് ഒരു സംഘടനകളും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. യാതൊരു സംഘടനകൾക്കും ഏറ്റെടുക്കാൻ സാധിക്കാത്ത വലിയ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ സംഘടന അങ്ങനെ തന്നെയാണ് അംഗങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളതും ഉൾക്കൊണ്ടിട്ടുള്ളതും. അതിൻ്റെ ഭാഗമാണ് 2014 മുതൽ ഞങ്ങൾ 76 പേർക്ക് കൊടുത്തുകൊണ്ട് പെൻഷൻ ആരംഭിച്ചു.
ആ പെൻഷൻ ഇന്ന് 1180 പേർക്ക് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് കൃത്യമായി. തൊഴിലെടുക്കുന്നയാളും അതുപോലെ തന്നെ തൊഴിലാളിയും എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒറ്റ യൂണിയനിൽ, ഒറ്റ കൊടിക്കീഴിൽ, ഒറ്റ കുടക്കീഴിൽ പോകുന്ന ഒരേ ഒരു സംഘടന ഞങ്ങളുടെ സംഘടന മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള അല്ലെങ്കിൽ വലിയ ബാങ്ക് ബാലൻസ് ഉള്ള ആളുകളല്ല. അന്നത്തെ ഇടം കൊണ്ട് അന്നത്തെ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പലയിടത്തും മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളവിടെ സഹായവുമായി ഓടിയെത്തുമ്പോൾ ഞങ്ങൾ കാണുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത്. സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് പലരും ജീവിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളെ വർക്ക്ഷോപ്പുകൾ കൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ. എന്നിരുന്നാലും കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന അവരുടെ സാഹചര്യത്തിൽ നാളെ എന്ന് പറയുന്നതിന് വേണ്ടി മാറ്റിവെക്കാൻ പണമൊന്നും ഉണ്ടാകാറില്ല. ഏതെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസമോ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനപ്പം തന്നെ ബാങ്കിനെ സമീപിച്ച് ലോൺ എടുക്കുന്ന ഒരു പദ്ധതിയിലേക്കൊക്കെ പോകുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഇതുപോലെ ഒരു കുടുംബനാഥൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ എങ്ങും ഒന്നും കാണാതെ ഒരു ആഴക്കടലിൽ പെട്ടുപോയതുപോലെ കണ്ടു. അതിൽ നിന്നുണ്ടായ ഒരു മനോവികാരമാണ് ഞങ്ങളുടെ സംഘടനയിൽ ഇത്തരം ഒരു വലിയ സംരംഭം ആരംഭിക്കുന്നതിനും പദ്ധതി നടപ്പാക്കുന്നതിനും ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തതും നടപ്പാക്കിയതും. ഈ അപകട മരണങ്ങൾക്ക് മാത്രമാണോ ഈ ധനസഹായം നൽകുന്നത്? ഇത് അപകട മരണമാണെന്നേ ഉള്ളൂ. ഏത് തരം മരണമാണെങ്കിലും ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഞങ്ങളുടെ അംഗത്തിന് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് ഞങ്ങൾ കൃത്യമായി പറയുകയും അതിനൊരു നിയമാവലി എഴുതി ഉണ്ടാക്കുകയും അതെല്ലാവരുടെയും കൈകളിൽ എത്തിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഏത് തരം മരണം, ഏത് പ്രായത്തിലുള്ള ഏത് തരണം, വാർദ്ധക്യ സഹജമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗമുഖാന്തരമാകാം, അപകട മരണമാകാം. ഇപ്പോൾ തന്നെ ഇത് യാദൃശ്യമായിട്ട് ഒറ്റപ്പെട്ട ഒരു സംഭവം, മരണമുണ്ടായി, അത് അപകട മരണമായി പോയി. പക്ഷേ വേറൊരു കാര്യമുള്ളത്, അപകട മരണത്തിന് ഞങ്ങളൊരു 5.5 ലക്ഷം രൂപ വേറെ കൊടുക്കുന്നുണ്ട്. അതും ഇതോടൊപ്പം ചേർത്ത് കൊടുക്കും. ഈ 10 ലക്ഷം രൂപ കൂടാതെ 5.5 ലക്ഷം രൂപ കൂടി കിട്ടും. അതവർക്ക് തൽക്കാലം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തെങ്കിലും അരി വാങ്ങാനുള്ള പണം കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. ഈ പദ്ധതി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നടപ്പിലാക്കിയതെന്ന് പറയുന്നു. അതെങ്ങനെയാണ്? അതായത് കൃത്യമായി ഇത്രയും വലിയൊരു പദ്ധതി നമ്മൾ ചെയ്യുമ്പോൾ അതിന് എല്ലാവിധ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ഇത് ഒരംഗത്തിൻ്റെ കൈകളിൽ ഈ നമ്മളുടെ ഈ പദ്ധതിയുടെ ഡീറ്റെയിൽസ്, അയാളുടെ മെമ്പർഷിപ്പ് ID, അയാളുടെ ബാലൻസ് 1000 രൂപ വെച്ച് നമ്മൾ ഈ കൊടുക്കുന്ന പൈസയുടെ ആ ബാലൻസ് ഉൾപ്പെടെ ഈ ആപ്ലിക്കേഷനിൽ കാണും. അപ്പോൾ ഒരാൾ മരണപ്പെടുമ്പോൾ 50 രൂപ വെച്ചാണ് ഒരാളുടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്തെങ്കിൽ ഒരാൾ മരിക്കുമ്പം അതിൻ്റെ ബാലൻസ് 950 ആകും, അടുത്ത ആൾ മരിക്കുമ്പോൾ 900 ആകും. അത് കൃത്യമായി ഈ ആപ്പിൽ കാണാൻ പറ്റും. അത് കൃത്യമായി ആപ്പിൽ കാണാം. നമുക്കത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കുറയുന്നതനുസരിച്ച് നമുക്കിത് ടോപ്പപ്പ് ചെയ്ത് പോകാൻ സാധിക്കും. നമ്മൾ സാധാരണഗതിക്ക് ഒരു മരണ വീട്ടിൽ നമ്മളിന്നൊരു ഒരു ധനസഹായം കൊടുത്താൽ ഒരു 1000 രൂപ കാശ് നമ്മൾ അയൽവാസിക്കാണെങ്കിൽ കൊടുക്കും. പക്ഷേ ഇതൊരു 50 രൂപ നമ്മുടെ ഒരു സഹജീവിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പരിരക്ഷയാണ് ഈ പദ്ധതി കൊണ്ട് സംഘടന ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണ വിജയത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണെങ്കിലും നമ്മൾ മാസാമാസം ഈ പോളിസി അടച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഇത് ഒറ്റത്തവണ നമ്മൾ ഈ 2000 രൂപ എന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് വെക്കുകയും 1000 രൂപ ടോപ്പപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സഹായം കൊടുക്കുകയും ചെയ്യുകയാണ്. കാരണം ഒരു കാരണവശാലും ഈ പദ്ധതി പാളിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് സംഘടന ദീർഘവീക്ഷണത്തോടുകൂടി ഈ പറയുന്ന 4 കോടി രൂപ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇട്ടിട്ടുള്ളത്. ഈ സംഘടനയുടെ ഈ മേഖലയിൽ ഇപ്പോൾ 20,000-ത്തിലധികം അംഗങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് മെക്കാനിക്കുകൾ മാത്രമാണോ ഈ ഒരു പദ്ധതിയിലുള്ളത്? അത് 20,000 അംഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 24 തൊഴിൽ മേഖലകൾ, ഈ മോട്ടോർ മെക്കാനിക്കുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമ്പർ എഴുത്തുകാരൻ, പെയിൻറ്റർ, പാച്ച് വർക്ക്, അങ്ങനെ ഈ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ മേഖലയിലെ 24ഓളം തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. ആ മെമ്പർഷിപ്പ് എടുത്ത ആളുകളിൽ ഈ ലൈഫ് ലൈൻ പദ്ധതിയിലേക്ക് ചേർന്നിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് സൗത്ത് റീജിയൺ. അപ്പം കേരളത്തിൽ മൊത്തം പരിശോധിച്ചാൽ അതിനേക്കാൾ കൂടുതലുണ്ട്. അത് 2 തരത്തിലേക്കാണ് സംഘടന അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കുടുംബത്തിന് ഒരു മരണമെന്ന് പറഞ്ഞ തീരാ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ ഈ പൈസ കൊണ്ട് സാധിക്കത്തില്ലെങ്കിലും അവരുടെ ജീവിതത്തെ ഒരു താങ്ങ് കൊടുക്കുവാൻ സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മറ്റ് ഒരു സംഘടനയും ചെയ്യാത്ത പ്രവർത്തനമാണ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളുടെ ഈ സംഘടന നടത്തിവരുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം എത്ര പണം നൽകിയാലും ആ ഒരു നഷ്ടം നികത്താൻ സാധിക്കില്ല. എന്നിരുന്നാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ തുകയാണ്. അത്തരമൊരു സഹായം ഇപ്പോൾ 2 മാസമായി വളരെ കൃത്യമായി ഈ സംഘടന നൽകി വരികയാണ്. 2 മാസം കൊണ്ട് ഏതാണ്ട് 23 ആളുകൾക്ക് 2,30,00,000 രൂപയാണ് ഈ സംഘടന സഹായ ധനമായി കൈമാറിയത്. എന്താണെങ്കിലും വളരെ നല്ലൊരു പദ്ധതിയാണ്. സർക്കാരുകൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഈ സംഘടന ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.